പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് യുവതിക്ക് മാനസികമായി പീഡനം നേരിടുന്ന അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർ നടപടി വേണമെന്നൊരു ആവശ്യപ്പെടുന്നു. മാത്രമല്ല പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് താങ്കളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പരിഗണിച്ചില്ലാത്തൊരു പരാതി അവർ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് സാധാരണ നിലക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് സംഭവിക്കുന്നത് തന്നെ ഇവർ അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞിരുന്നു. ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്നും എന്താണ് ഉണ്ടായതെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിരുന്നു. പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് സമയം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവർ വന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു, അതിൻ്റെ മേലെയുള്ള നടപടിയും വന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു. കേസിൽ അങ്ങനെ ഓഫീസിൽ ഇടപെടാൻ പറ്റില്ലായിരുന്നു. കേസ് സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിൻ്റെ നടപടികൾ തുടരുകയാണല്ലോ വേണ്ടത്. അതാണ് അവരോട് പറഞ്ഞതും അവരെ ബോധ്യപ്പെടുത്തിയതും. അതേസമയം അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിയെ ഗൗരവമായി കണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തെറ്റാണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ട് നടപടിയും വന്നു. അതാണ് സംഭവിച്ചത്.